അധ്യാപകനായിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കൺഫ്യൂഷ്യസിന്റെയും ജീസസ് ക്രൈസ്റ്റിന്റെയും ശ്രീബുദ്ധന്റെയും പാത പിന്തുടരുന്നതിനേക്കാൾ വലിയ മഹത്തരമായ കാര്യം ഈ ലോകത്തിൽ എന്താണ്? പക്ഷേ കേരളത്തിൽ ഇനി അധ്യാപകനാകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അധ്യാപക പരീക്ഷകൾക്കെല്ലാം കേറ്ററ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ 2-3 കടമ്പ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല സ്ഥിരം അധ്യാപകനാകാൻ കഴിയും. അത് മനസ്സിലാക്കിക്കൊണ്ട് എൻട്രി ആപ്പ് കേറ്ററ്റ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസുകൾ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അധ്യാപക ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. കേറ്ററ്റ് എക്സാമില് ഇംഗ്ലീഷിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. സാധാരണ നമ്മൾ PSCക്ക് പഠിക്കുന്ന ഗ്രാമറിൽ നിന്നും വ്യത്യസ്തമായി ആ ഗ്രാമറിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഞാൻ അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ പറയാം, SSC പരീക്ഷകൾക്കും കേറ്ററ്റ് പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആണിത്. കാരണം ഈ ക്വസ്റ്റ്യനിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. PSCക്ക് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ PSCയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ടോപ്പിക്കിന്റെ പേര് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് തരും, അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അങ്ങനെ ഒരു ഭാഗമാണ് ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതുപോലെ തന്നെ പോയവും ചോദിക്കാം. ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പോയമാണ്. ഞാൻ നിങ്ങളെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. Read the following poem and choose the correct answer for the questions that follow. പോയത്തിന്റെ പേര് ഫാളൻ ലീവ്സ്, കൊഴിഞ്ഞു വീണ ഇലകൾ. ഞാനൊന്ന് വായിക്കാം. Why should I be the first to fall of all the leaves on this old tree? Though sadly soon I know that all will lose their hold and follow me. While my birth brothers bravely blow, why should I be the first to go? ഫസ്റ്റ് സ്റ്റാൻസ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും പോയം വായിച്ച് ആസ്വദിക്കുന്നവരാവണമെന്നില്ല. അതിന്റെ എല്ലാ അർത്ഥതലങ്ങളും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമുക്കതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ പോയം വായിച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ പറയുന്നത് എന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിന്റെ വരികൾക്കിടയിലൂടെയുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു എല്ലാ ഭാഗങ്ങളും വേണ്ട, കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കണം. കവിതയുടെ ടൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഇത് കൊഴിഞ്ഞു വീണ ഇലകളെ പറ്റിയാണ്. അപ്പൊ ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഇലയാണ്. ആ ഇല ചോദിക്കുകയാണ്, വൈ ഷുഡ് ഐ ബി ദ ഫസ്റ്റ് ഫാൾ? ഞാൻ എന്തിനാണ് ആദ്യമായിട്ട് ഫാൾ ചെയ്യുന്നത്, വീഴുന്നത്? ഓഫ് ആൾ ദ ലീവ്സ് ഓൺ ദിസ് ഓൾഡ് ട്രീ, ഈ പഴയ മരത്തിന്റെ, ഈ ഓൾഡ് ആയിട്ടുള്ള മരത്തിന്റെ ഇലകളിൽ വെച്ച് ഞാൻ എന്തിനാണ് ആദ്യം പൊഴിയുന്നത്? Though sadly soon I know that all will lose their hold and follow me. ഞാൻ പൊഴിഞ്ഞു കഴിയുമ്പോൾ, എന്റെ ഇല അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഇല പൊഴിഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് എന്നെ ഫോളോ ചെയ്യും, എന്റെ കൂടെയുള്ള മറ്റ് സഹോദരങ്ങൾ. While my birth brothers ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റുള്ള ഇലകളെയാണ്. അതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. Bravely blow, why should I be the first to go? അതുകൊണ്ട് ഞാൻ എന്തിനാണ് ആദ്യം പൊഴിയുന്നത് എന്ന് ചോദിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പൊയറ്റിക് ഡിവൈസസ് ഉണ്ട്. ആദ്യം ഞാൻ നിങ്ങൾക്ക് റൈം സ്കീം പഠിപ്പിച്ചു തരാം. ഇംഗ്ലീഷിലാണെങ്കിൽ എൻഡ് റൈമാണ്, മലയാളത്തിൽ ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയും. എന്താ പറയും? ദ്വിതീയാക്ഷര പ്രാസം. ഇപ്പൊ രണ്ടാമത്തെ ഓരോ ലൈനിന്റെയും രണ്ടാമത്തെ അക്ഷരം, രണ്ടാമത്തെ വാക്ക് ഒരുപോലെ ഇരിക്കും, ആ സൗണ്ട് ഒരുപോലെ ഇരിക്കും. ഇപ്പം വത്സ സൗമിത്രേ കുമാരൻ നീ കേൾക്കണം, രാമായണത്തിലുണ്ട്. മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ, ഇൽസ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? വത്സ, അവിടെ രണ്ടാമത്തെ അക്ഷരം, അടുത്ത ലൈൻ മത്സരാദ്യം. ഇതിനെയാണ് ദ്വിതീയാക്ഷര പ്രാസം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് അവസാനമോ. ഓരോ ലൈനിന്റെയും അവസാന വാക്ക് നോക്കണം. അത് ഓരോ ലൈനിലും അല്ലെങ്കിൽ ഒന്നിലോട്ടുള്ള ലൈനുകളിൽ അടുപ്പിച്ചടുപ്പിച്ച് വരികയോ അല്ലെങ്കിൽ ഒന്നിലോട്ട് വരികയോ ചെയ്യുന്ന വാക്കുകൾ ഒരേപോലത്തുള്ള സൗണ്ട് ആണെങ്കിൽ അതിനെ റൈം എന്ന് പറയാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഫാൾ, അടുത്ത വാക്ക് ട്രീ. ട്രീ എന്ന് പറയുന്ന വാക്കും ഫാൾ എന്ന് പറയുന്ന വാക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അടുത്ത വാക്ക് നോക്ക്, ഓൾ.
അപ്പൊ ഫാൾ ഓൾ ഇത് രണ്ടും ഒരേ സൗണ്ടാ. അപ്പൊ കിട്ടി എ എന്ന് അതിന് കൊടുക്കുക. ട്രീ മീ അടുത്ത വാക്കുകൾ അടുത്ത ഇടപെട്ടുള്ളത് ട്രീയും മീയും ഒരേ സൗണ്ട്, ഈ സൗണ്ട്. അപ്പൊ അത് എ ബി ഇങ്ങനെയാണ് ആ റൈം സ്കീം പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ റൈമിംഗ് വേർഡ്സ് ചോദിച്ചാൽ ഫാളും ഓളും ട്രീയും മീയും അങ്ങനെ പറഞ്ഞു പോകണം. ബ്ലോയും ഗോയും സ്പെല്ലിങ് വ്യത്യസ്തമാണെങ്കിലും ബ്ലോയും ഗോയും ഒരേ സൗണ്ടാ. ശ്രദ്ധിച്ചായിരുന്നു? ഇതിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്നും റൈം സ്കീം എന്നും പറയുന്നത്. എ ബി അങ്ങനെ അങ്ങനെ പോകും. എ ബി സി അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞു പോവുകയാണ് റൈം സ്കീം. ഓക്കെ ആണല്ലോ? അത് മനസ്സിലാക്കി. അടുത്ത ഭാഗം ഒരു കാര്യം കൂടെ പഠിപ്പിക്കാം. അലിട്രേഷൻ. ഒരു ലൈന് വരണം, 2 ലൈന് വരുന്നത് റൈം സ്കീം. ഒരു ലൈനില് ഒരുപോലെ ഉച്ചരിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ. ഇത് 2 എണ്ണം വരാം, 3 എണ്ണം വരാം, 2 മുതൽ മുകളിലോട്ട് എത്ര വേണമെങ്കിലും വരാം. അങ്ങനെ ഒരു വാക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ കവിതയിൽ ഒരുപാട് വാക്കുകളുണ്ട്. നിങ്ങൾ നോക്ക്. ബർത്ത്, ബ്രദേഴ്സ്, ബ്രേവിലി, ബ്ലോ. നിങ്ങൾ നോക്ക് 4 വാക്കുകൾ. ഏത് സൗണ്ട്? ബ സൗണ്ട്. ബ കണ്ടോ? ബർത്ത്, ബ്രദേഴ്സ്, ബ്രേവിലി, ബ്ലോ. ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഒരു ജോലി തരാം. ഈ കവിതയിൽ നിന്നും മാക്സിമം അലിട്രേഷൻ കണ്ടുപിടിക്കുക. ചോദ്യം വരാം. ഇന്ന് ഈ ക്വസ്റ്റ്യന്റെ അവസാനം ഇങ്ങനെയുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേര് അലിട്രേഷൻ. എഴുതി വെച്ചോളണം. റെപ്പറ്റീഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട്. പോയം തുടരുന്നു. വൈ ഷുഡ് ഐ ബി ദ ലാസ്റ്റ് ടു ക്ലിംഗ്? ഞാൻ എന്തിനാണ് അവസാനം വരെ ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നത്? ഓഫ് ആൾ ദ ലീവ്സ് ഓൺ ദിസ് ബ്ലീക്ക് ബോ. ബോ എന്ന് വെച്ചാൽ ശിഖിരം, കൊമ്പ്. ബ്ലീക്ക് എന്ന് വെച്ചാൽ അർത്ഥം ദുർബലമായ എന്നർത്ഥം. അവിടെ ഞാൻ എല്ലാത്തിന്റെയും കൂടെ എന്തിനാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നത്? ഐ ഹാവ് ഫ്ലട്ടേഡ് സിൻസ് ദ ഫയർ ഓഫ് സ്പ്രിംഗ്. സ്പ്രിംഗിന്റെ ചൂടേറ്റ് ഞാൻ ഇപ്പൊ തന്നെ ഫ്ലട്ടേഡ് ആണ്, തകർന്നിരിക്കുകയാണ്. ആൻഡ് ഐ ആം വേൺ ആൻഡ് വിതേഡ് നോ. കണ്ടോ? വോൺ ആൻഡ് വിതേഡ്, ഉണങ്ങിക്കരിഞ്ഞിരിക്കുക. പക്ഷെ നമ്മള് വോൺ ആൻഡ് വിതേഡ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു വാ സൗണ്ട്, അലിട്രേഷൻ ആണ്. ഐ വുഡ് എസ്കേപ്പ് ദ വിന്റർ ഗെയിൽ. ഗെയിൽ എന്ന് വെച്ചാൽ അർത്ഥം കാറ്റ്. ആൻഡ് സ്ലീപ് സോഫ്റ്റ് സിൽവേർഡ് ബൈ എ സ്നെയിൽ. ഞാൻ ആ മഞ്ഞിൽ വീണ് കിടക്കും എന്ന് പറഞ്ഞിരിക്കുക. വെൻ സൂപ്പ് ദ ലെജിയൻസ് ഓഫ് ദ സ്നോ. ആ മഞ്ഞിന്റെ പട്ടാളക്കാർ വരുമ്പോൾ ടു പിച്ച് ദെയർ ടെൻസ് ഇൻ ദ റോറിംഗ് വെദർ വി ഫാളൻ ലീവ്സ് വിൽ ലൈ ബിലോ. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ താഴെ വീണ് കിടക്കും. ആൻഡ് നോട്ട് റിജോയ്സിംഗ് ടുഗദർ ആൻഡ് ഫ്രം അവർ റിച്ച് ആൻഡ് ഡാർക്ക് ഡീകേ. ഞങ്ങൾ നശിച്ചാലും വിൽ ലാഫ് അവർ ബ്രദേഴ്സ് ബി ഓഫ് ദ മേ. വീണ്ടും ഇലകൾ ആ മരത്തിൽ വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് അർത്ഥതലങ്ങളിലേക്ക് പോകണ്ട. കാരണം ഇതിന്റെ അപ്രീസിയേഷൻ എഴുതേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മളിപ്പോ മനസ്സിലാക്കിയ കാര്യം റൈമിംഗ് വേർഡ്സ് പഠിച്ചു, റൈം സ്കീം പഠിച്ചു, അലിട്രേഷൻ പഠിച്ചു. കവിതയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള സമ്മറി നമുക്കറിയാം. ഒരുപാട് 2, 3, 4 തവണ നിങ്ങൾ വായിക്കാം. ഞാൻ ഒരുപാട് എക്സസൈസ് നിങ്ങളെ ചെയ്യിക്കുന്നുണ്ട് എൻട്രി ആപ്പ് വഴി. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയും. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? In the first stanza, what does the phrase my birth brothers stands for? Birth brothers എന്ന് സ്പീക്കർ ഉദ്ദേശിച്ചത് ആരെയാണ്? നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻ നോക്കാതെ തന്നെ ആൻസർ പറയാം. പറയൂ. അതർ ട്രീസ് ആണോ? നോ. അതർ ലീവ്സ്, വിൻഡ്, അതർ സീസൺസ്. വിച്ച് വൺ ഈസ് കറക്റ്റ്? ആൻസർ ഈസ് വെരി സിമ്പിൾ. അതർ ലീവ്സ്. മറ്റുള്ള ഇലകളെയാണ് സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. എത്ര സിമ്പിൾ ആണെന്ന് നോക്കി. റീഡിംഗ് കോമ്പ്രിഹെൻഷനുകളുടെ സഹായം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. പക്ഷേ കുറച്ചു നേരം ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആ ഗൈഡൻസ് തരാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് വേർഡ്സ് ഡു നോട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following phrases come near in meaning to warn and withered? warn and withered എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടെ ചോദ്യം ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ അർത്ഥം എടുക്കുക, ഓപ്ഷൻ നോക്കി അർത്ഥം എടുക്കുക. warn and withered എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് കാറ്റഗറിയാണ്? അവിടെ അതർ ട്രീസ് ഉണ്ട്, അല്ല. അതർ ലീവ്സ് ഉണ്ട്, വിൻഡ് ഉണ്ട്, അതർ സീസൺ ഉണ്ട്. വിച്ച് വൺ ഈസ് കറക്റ്റ്? അതർ ലീവ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അവിടെ ആ ചോദ്യത്തിൽ എന്തോ ഒരു പെശകുണ്ട്, എങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന, ഓപ്ഷൻ നോക്കി പറയാൻ പറ്റുന്ന ആൻസർ അതർ ലീവ്സ് ആണ്. warn and withered. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് വേർഡ്സ് ഡു നോട്ട് റൈം? കണ്ടോ? റൈം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. സ്പ്രിംഗ്, ക്ലിംഗ്, ടുഗദർ, വെദർ, ബ്ലോ, സ്നെയില്, സ്നോ, ബിലോ. ഏതാണ്? നിങ്ങൾ പറ. സ്പ്രിംഗും ക്ലിങ്ങും ഒരേ സൗണ്ട്, ടുഗദറും വെദറും ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നു. ബ്ലോ, സ്നെയിൽ, സ്നോ, ബിലോ ഒരേ സൗണ്ട്. അപ്പൊ ഏതാണ് റൈമിംഗ് വേർഡ്സ് അല്ലാത്തത്? കൊച്ചു പിള്ളേർക്ക് ഒരു ഈസി ആയിട്ട് പറയാം. ബ്ലോ, സ്നെയിൽ. ഓക്കെ, 1 മാർക്ക്. ഡാഷ് സ്ലീപ് സോഫ്റ്റ് സിൽവേർഡ് ബൈ എ സ്നെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നോക്ക്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. സ്ലീപ് സോഫ്റ്റ് സിൽവേർഡ് സ്നെയിൽ. എസ് എന്ന് പറയുന്ന സൗണ്ട് വ്യഞ്ജനാക്ഷരം, കൺസണന്റ് സൗണ്ട് ആവർത്തിച്ചു വന്നാൽ അതിനെ വിളിക്കുന്ന പേര് അലിട്രേഷൻ. എന്താ വിളിക്കും? അലിട്രേഷൻ. അപ്പൊ അലിട്രേഷൻ പഠിച്ചു, റൈം സ്കീം പഠിച്ചു, കവിത വായിച്ച് അതിന്റെ പുറം മീനിങ് മനസ്സിലാക്കാൻ പഠിച്ചു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ സിമിലി എന്താണെന്നും അസോണൻസ് എന്താണെന്നും ബാക്കിയുള്ള പൊയറ്റിക് ഡിവൈസ് എന്താണെന്നും ഓരോരോ പൊയത്തിലൂടെ പഠിപ്പിച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. SSC പരീക്ഷ എഴുതുന്നവർക്കും KTET പരീക്ഷ എഴുതുന്നവർക്കും മനസ്സിലായി കാണും എങ്ങനെയാണ്
കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. തീർന്നില്ല, ഇതൊരു തുടക്കം മാത്രം. ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ് ബട്ട് എ ബിഗിനിങ്. എൻട്രി ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപക ജീവിതത്തിലേക്കുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻട്രി ആപ്പ് നിങ്ങളോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കൃത്യമായി കാണുക. നിങ്ങൾ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനോടൊപ്പം യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകൾ കാണുക. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇംഗ്ലീഷിന്റെ പ്രശ്നം നിങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. എല്ലാ വിഷയങ്ങൾക്കും ഉള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.